കേരളം ഇന്ന് ഭീതിയോടെയാണ് വാർത്തകൾ കേൾക്കുന്നത്. ഒരേ ആഴ്ചയിൽ 2 പിഞ്ചു ജീവനുകൾ പാമ്പ് കടിയേറ്റ് പൊലിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം ചിറയൻകീഴിൽ ആയൂരിൽ 8 വയസ്സുകാരനായ ദീക്ഷലിൻ്റെ വിയോഗം നമ്മെ ഓരോരുത്തരെയും തളർത്തുന്നതാണ്. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് മരണദൂതനായി എത്തിയ മൂർഖൻ കവർന്നെടുത്തത്. ഇത് വെറുമൊരു വാർത്തയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും വീടിനുള്ളിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. ആയൂരിലെ ആ കൊച്ചു വീട്ടിൽ കാലിൽ വേദനയെന്ന് പറഞ്ഞ് ദീക്ഷൻ ഉണർന്ന് അച്ഛനെയും അമ്മയെയും വിളിക്കുമ്പോൾ അവർ കരുതിയില്ല അതൊരു മൂർഖൻ്റെ കടിയാണെന്ന്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂർഖൻ്റെ വിഷം ആ 8 വയസ്സുകാരൻ്റെ കുഞ്ഞു ശരീരത്തെ കീഴ്പ്പെടുത്തിയിരുന്നു. വീടിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അത്രത്തോളം സുരക്ഷിതമില്ലാത്ത ചുറ്റുപാടിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. സീറ്റുകൾ പാകിയ തറ പോലും ശരിയായി കെട്ടാത്ത ആ വീട്ടിലേക്ക് ഇഴജന്തുക്കൾക്ക് കടന്നു വരാൻ എളുപ്പമായിരുന്നു. ഈ ആഴ്ചയിൽ തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 2ാമത്തെ മരണമാണിത്. സ്കൂളുകളിലും വീടിനുള്ളിലും പാമ്പുകൾ എത്തുന്നത് പതിവാകുന്നു. വേനൽ കടുക്കുന്നതോടെ തണുപ്പ് തേടി പാമ്പുകൾ വീടിനുള്ളിലേക്ക് കയറുന്നത് സാധാരണമാണ്. എന്നാൽ നമ്മുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ മൂലം ഇത്തരം ജീവനുകൾ പൊലിയുമ്പോൾ അത് സമൂഹത്തിന് തന്നെ തീരാൻ നഷ്ടമാകുന്നു. ചിറയൻകീഴിലെ ആ വീടിന് ചുറ്റുമുള്ള കാടുപിടിച്ച പ്രദേശങ്ങളും നിർമ്മാണത്തിലെ അപാകതകളും പാമ്പുകൾക്ക് താവളമൊരുക്കി. ഇനി ഇത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കരുത്. അതിനായി നാം പാലിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. വീടിന് ചുറ്റുമുള്ള കാടുകളും പാഴ്വസ്തുക്കളും നീക്കം ചെയ്യുക. പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ സാഹചര്യം ഒരുക്കരുത്. പഴയ വീടുകളോ സീറ്റ് പാകിയ വീടുകളോ ആണെങ്കിൽ തറയിലെയും ഭിത്തിയിലെയും വിള്ളലുകൾ സിമന്റ് ഉപയോഗിച്ച് അടയ്ക്കുക. എലികളാണ് പാമ്പുകളെ ആകർഷിക്കുന്നത്. അതിനാൽ വീടിന് ചുറ്റും ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതിരിക്കുക. രാത്രി പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും വെളിച്ചം കൊണ്ടുപോകാൻ ശ്രമിക്കുക. പാമ്പ് കടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. രോഗിയെ തളർന്നിരിക്കാൻ അനുവദിക്കാതെ എത്രയും വേഗം പാമ്പ് വിഷത്തിന് ചികിത്സയുള്ള അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലെത്തിക്കുക. മുറിവിൽ വായു വെച്ച് വിഷം വലിച്ചെടുക്കാനോ മുറിവ് കീറാനോ ശ്രമിക്കരുത്. സമയം പാഴാക്കാതെ മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനങ്ങളിലേക്ക് മാറ്റുക. ദീക്ഷണിൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിഷത്തിൻ്റെ തീവ്രത കൂടുതലായിരുന്നു. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരമാകില്ല നമ്മുടെ വാക്കുകൾ, പക്ഷേ ആ മാതാപിതാക്കളുടെ കണ്ണീർ ഇനി ഒരു മാതാപിതാക്കൾക്കും ഒരു വീട്ടിലും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാം. സുരക്ഷിതമായ വീട്, വൃത്തിയുള്ള പരിസരം, ഇത് നമ്മുടെ കുട്ടികളുടെ അവകാശമാണ്. ദീക്ഷൻ എന്ന 8 വയസ്സുകാരനുമായി കുടുംബമെത്തിയ ആശുപത്രിയിൽ അവർക്ക് അസൗകര്യം നേരിട്ടുവെന്നും വേണ്ട തരത്തിലുള്ള പരിശോധന ലഭിച്ചില്ല എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നു. എന്തു തന്നെയായാലും നമ്മുടെ പിഞ്ചു മക്കളുടെ ജീവൻ നമ്മുടെ കൈകളിലാണ് എന്നുള്ള കാര്യം മറക്കാതെ ജാഗ്രത പാലിക്കുക. പറഞ്ഞായിരുന്നു തല ഇറങ്ങുന്നില്ല, 2ആയിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ വേണ്ടത്ര ഒരുപായിട്ട് എടുത്തില്ല. ചിറയൻകീഴ് ആശുപത്രിയിലോ? അത് ഡോക്ടർ ഒന്ന് തൊട്ട് പോലും നോക്കിയില്ല. എന്തിനാണ് അവിടെ ഛർദ്ദിക്കണമെന്ന് ഛർദ്ദിച്ച് പാതി വെച്ച് തൊണ്ടയിൽ കുടുങ്ങി, എന്തോ പിന്നെ സംസാരം വെളി വന്നില്ല. അവൻ തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ടിരുന്നു. അവർ ആ സമയത്ത് ഒന്നും നോക്കിയതില്ല. ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അവിടെ നിന്ന് എനിക്ക് നമ്മൾ ചെന്നിട്ട് ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ നടക്കണമെങ്കിലും ആ ഒരു സീരിയസ്നെസ് കണ്ടില്ല. കാരണം ഞാൻ കണ്ടില്ല, പാമ്പാണെന്ന് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പാമ്പ് കടിച്ചെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല കടിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു.